ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു കിഡിലൻ ട്രെൻഡിങ് ഫ്യൂഷൻ ഡിഷാണ് കേട്ടോ മസാല വർമ്മ. അപ്പോൾ നമ്മുടെ മസാല വർമ്മ എങ്ങനെ ഉണ്ടായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസാല ദോശയ്ക്ക് ഷവർമയിലുണ്ടായ ഒരു നാടൻ അറബിക് കൊളാബറേഷനാണ് കേട്ടോ മസാല വർമ്മ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡയലോഗ് കേട്ടപ്പോൾ നിങ്ങൾക്ക് പലർക്കും മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ കരിക്കിലെ ആ ഒരു ട്രെൻഡിങ് ആയിട്ടാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത്. വേറെ ലെവൽ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ? വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു മസാല വർമ്മയ്ക്ക് ആവശ്യമായിട്ടുള്ള ദോശ റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഈ ഒരു ദോശയുടെ ബാറ്റർ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഈ ഒരു ദോശ എന്ന് പറയുന്നത് നമ്മൾ പൊതുവേ വീട്ടിൽ മസാല ദോശ ഉണ്ടാക്കുന്ന ആ ഒരു സെയിം ദോശ തന്നെയാണ് കേട്ടോ ഇതിന് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത് എൻ്റെ പേഴ്സണലി ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബാറ്ററിൻ്റെ റെസിപ്പിയാണ് ഞാനിതിൽ കാണിക്കുന്നത്. ഞാൻ എപ്പോഴും ദോശ ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു മസാല ദോശയുടെ ബാറ്റർ ഇങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത്. അതുകൊണ്ട് ഈ ഒരു തവണയെങ്കിലും നിങ്ങൾ ഈ ഒരു രീതിക്കൊന്ന് ട്രൈ ചെയ്തിട്ട് ആക്കി നോക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ പൊതുവെ എപ്പോഴും മസാല ദോശയ്ക്ക് എങ്ങനെയാണ് ദോശ ചുട്ടെടുക്കുന്നത് അതുപോലെ ചുട്ടെടുക്കുക. അപ്പോൾ ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത് നമ്മൾ പൊതുവെ ഹോട്ടലിലൊക്കെ പോയിട്ട് മസാല ദോശ കഴിക്കുന്ന സമയത്ത് ഭയങ്കര ഒരു രുചിയായിരിക്കും, ഒരു പ്രത്യേക രുചിയായിരിക്കും ആ ഒരു ദോശയ്ക്ക് ഉണ്ടാകുക. അപ്പോൾ ആ ഒരു സെയിം ടേസ്റ്റ് കിട്ടുന്ന ഒരു ബാറ്ററാണ് കേട്ടോ ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ ആദ്യം തന്നെ 1.5 കപ്പ് അളവിൽ പച്ചരി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു ബൗളിലേക്ക്. അപ്പോൾ 250 ml കപ്പിലാണ് ഞാൻ 1.5 കപ്പ് എടുത്തിട്ടുള്ളത്. സാധാരണ നോർമലി നമ്മൾ പച്ചരി ദോശയൊക്കെ ചുടുന്ന സെയിം അരി തന്നെയാണ്. അതുപോലെ തന്നെ ഒരു കാര്യം എടുത്തു പറയാണ്, ഞാൻ ഉണ്ടാക്കുന്ന ഈ ഒരു സെയിം ബാറ്റർ വെച്ചിട്ട് ദോശ ഉണ്ടാക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മെഷർമെൻറ്റ് പ്രത്യേകം ഒന്ന് എടുത്തു പറയാണ്, ശ്രദ്ധിക്കണേ എന്തായാലും. അടുത്ത നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ കഴുകിയതിന് ശേഷം ഇതൊന്ന് പച്ചവെള്ളത്തിൽ കുതിർത്ത് വെക്കണം. അപ്പോൾ ഞാൻ ഇത് നല്ലപോലെ കഴുകിയെടുത്തിട്ട് വരാം. അപ്പോൾ ഇതുപോലെ ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഇതുപോലെ കുറച്ചൊരല്പം അധികം തന്നെ വെള്ളം ഒഴിച്ചിട്ട് കുതിർത്ത് വെക്കുന്നുണ്ട് കേട്ടോ. പച്ചവെള്ളം തന്നെയാണ് ഒഴിച്ചിട്ടുള്ളത്. ഇനി നമുക്കിത് ചുരുങ്ങിയതൊരു 4 മണിക്കൂർ എന്തായാലും ഒന്ന് കുതിരാൻ വേണ്ടി വെക്കണം. ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വേറൊരു ബൗളിലേക്ക് ഞാൻ 1/2 കപ്പ് അളവിൽ ഉഴുന്നുപരിപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ പരിപ്പ് വടയൊക്കെ ചുടുന്ന സെയിം പരിപ്പാണ്. അതുപോലെ തന്നെ സെയിം അളവിൽ 1 ടേബിൾ സ്പൂൺ അളവിൽ നമ്മൾ കറി വെക്കുന്ന പരിപ്പില്ലേ ആ ഒരു പരിപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് കുതിരാൻ വേണ്ടി വെക്കണം പച്ചവെള്ളം ഒഴിച്ചിട്ട്. അങ്ങനെ നമ്മുടെ ഉഴുന്ന് പരിപ്പ് നല്ലപോലെ കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പച്ചവെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത് കുതിരാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഇത് അടച്ചു വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 2 മണിക്കൂറോളം എന്തായാലും കുതിരാൻ വേണ്ടി വെക്കണേ. അതിൽ കൂടുതലായ കുഴപ്പമില്ല, കുറയണ്ട കേട്ടോ. അങ്ങനെ നമ്മുടെ പച്ചരി നല്ലപോലെ കുതിർന്ന് വന്നതിന് ശേഷം ഞാൻ വെള്ളം കളഞ്ഞിട്ട് ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നീട് കഴുകേണ്ട ആവശ്യമില്ല കേട്ടോ കുതിർന്ന് വന്നതിന് ശേഷം. അരി ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഏത് വെള്ളം ഒഴിക്കേണ്ടതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഉഴുന്ന് പരിപ്പ് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ നിന്നാണ് കേട്ടോ വെള്ളം എടുത്തിട്ട് ഒഴിക്കേണ്ടത്. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കാൻ പാടില്ല. ഏതാണ്ട് ഒരു 1/4 കപ്പ് വെള്ളം മാത്രം മതിയാകും. അത്രയും വേണ്ടാന്ന് തോന്നുന്നുണ്ട്. എന്നിട്ട് നമുക്കിതിനെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാൻ പാടില്ല. ചെറിയ ചെറിയ തരിതരിപ്പോട് കൂടിയിട്ട് മാത്രം പച്ചരി അരച്ചെടുക്കണേ. അപ്പോൾ ഇതുപോലൊരു കുറച്ചൊരു വലുപ്പമുള്ള പാത്രം നോക്കിയിട്ട് എടുത്തിട്ട് ഇതിലേക്ക് വേണ്ടിയിട്ട് അരച്ച മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഞാൻ നല്ല ടൈറ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഓവർ ലൂസ് ആക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ പച്ചരി അരക്കുമ്പോഴുള്ള അതിൻ്റെ പരിവെന്ന് പറയുന്നത് നമ്മൾ ഇതുപോലെ വിരലിൽ തൊട്ട് നോക്കുന്ന സമയത്ത് ചെറിയ രീതിക്ക് നമുക്ക് അരി ഒന്ന് തടയുന്ന ഫീൽ ഉണ്ടാവുമല്ലോ, ചെറിയ ചെറിയ തരിപ്പോട് കൂടിയിട്ട് ആ ഒരു രീതിക്കാണ് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല. അടുത്തത് ഈ ഒരു സെയിം ജാറിലേക്ക് തന്നെ നമ്മുടെ ഉഴുന്ന് പരിപ്പുണ്ടല്ലോ കുതിർത്ത് വെച്ചിട്ടില്ല അത് മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു ഉഴുന്ന് പരിപ്പ് കുതിർത്ത് വെച്ചിട്ടുള്ള വെള്ളത്തിൽ നിന്ന് തന്നെ ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇത് അരച്ചെടുക്കേണ്ട കൺസിസ്റ്റൻസി എങ്ങനെയാണെന്ന് വിചാരിച്ചിട്ട് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം, ഒട്ടും തരിതരിപ്പ് പാടില്ല. അങ്ങനെ നമ്മുടെ ഉഴുന്ന് പരിപ്പ് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും അത്രമാത്രം ടൈറ്റിലാണ് കേട്ടോ അരച്ചെടുത്തിട്ടുള്ളത്. ഈ ഒരു രീതിക്ക് മൊത്തത്തിൽ അരച്ചെടുത്തിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ ആ ഒരു മിക്സിയുടെ ജാറിൽ തന്നെ ഒരു 2-3 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചിട്ട് അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എന്തെങ്കിലും സ്പൂണും കാര്യങ്ങളൊക്കെ വെച്ച് മിക്സ് ചെയ്യുന്നതിൽ ഏറ്റവും നല്ലത് ഇതുപോലെ കൈ വെച്ചിട്ട് മിക്സ് ചെയ്യുന്നതാണ് ഇതുപോലത്തെ മാവൊക്കെ.
അതുപോലെ തന്നെ മിക്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എത്രമാത്രം ടൈറ്റ് ആയിട്ടാണ് ഞാൻ അരച്ചിട്ടുള്ളത് എന്നുള്ളത്. അഥവാ നമുക്ക് ഓവർ ടൈറ്റായി പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മാവ് പൊങ്ങിയതിന് ശേഷം മനസ്സിലാവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ദോശ ചുട്ടെടുക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം ഒഴിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഓവർ ലൂസായി കഴിഞ്ഞാൽ പിന്നെ മാവ് പൊങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് പരുവത്തിൽ നമുക്ക് കിട്ടില്ല. അപ്പോൾ ഇതാ ഈ ഒരു രീതിക്ക് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക. എന്നിട്ട് ചുരുങ്ങിയത് 8 മണിക്കൂറെങ്കിലും ഇതുപോലെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണേ. അപ്പോൾ ഞാനിപ്പോൾ ഇത് രാത്രി അടച്ച് വെക്കുകയാണ്, എന്നിട്ട് രാവിലെ ചുട്ടെടുക്കുന്നുള്ളൂ കേട്ടോ. അടുത്തത് നമുക്ക് മസാല വർമ്മയ്ക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതാ ഈ ഒരു ബൗളിലേക്ക് ഞാനൊരു 250-300 ഗ്രാമോളം ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ്റെ അളവ് കറക്റ്റ് പറയേണ്ട ആവശ്യമില്ല കേട്ടോ. നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം അതിനനുസരിച്ച് നോക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് എടുക്കണേ. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ക്യൂബായിട്ട് അങ്ങനെ എന്തെങ്കിലും കട്ട് ചെയ്തെടുക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൽ നിന്ന് കടിക്കുന്ന സമയത്ത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 1 ടേബിൾ സ്പൂണോളം മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി രണ്ടും കൂടി ഒന്ന് ചതച്ചെടുത്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അടുത്തത് 2 ടേബിൾ സ്പൂണോളം തൈര് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നോക്കണേ, ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1/4 മണിക്കൂർ എന്തായാലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണേ. നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ മസാല ചിക്കനിൽ നന്നായിട്ട് പിടിച്ച് കിട്ടിക്കോളും. അങ്ങനെ 1/4 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കിനി ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു പാനിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എണ്ണ ഇപ്പോൾ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ മൊത്തത്തിലായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ആദ്യം തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുക കേട്ടോ, നല്ലപോലെ ഫ്രൈ ആയിക്കോട്ടെ. അപ്പോൾ ആദ്യം തന്നെ ഒന്ന് അടച്ച് വെച്ച് കൊടുത്തതിന് ചിക്കൻ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് അടുപ്പ് തുറന്നിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് വീണ്ടും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം തന്നെ കാണുമ്പോൾ മനസ്സിലാവും നമ്മൾ ഒട്ടും തന്നെ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. ഇപ്പോൾ നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചിട്ട് വേണം കേട്ടോ ഫ്രൈ ആക്കി എടുക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് ചെയ്തെടുക്കുക. ഓവർ ഉണക്കിയിട്ട് ഫ്രൈ ആക്കി എടുക്കേണ്ട, അത്യാവശ്യം നല്ല സോഫ്റ്റോട് കൂടി തന്നെ ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്, എണ്ണയിൽ നിന്ന് കോരി എടുത്തിട്ട്. അപ്പോൾ ഇതുപോലെ കോരിയെടുത്തതിന് ശേഷം നമുക്കിനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തത് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഒന്ന് കട്ടാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു മസാല വർമ്മയുടെ ഫില്ലിംഗ് എന്ന് പറയുന്നത് ഷവർമ്മ ഫില്ലിംഗ് പോലെയാണ് ഏതാണ്ട് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ക്യാബേജ്, ക്യാരറ്റ്, സവാള, തക്കാളി ഇത്രയും കാര്യങ്ങൾ നമുക്കിതിലേക്ക് മെയിനായിട്ട് വേണം. അപ്പോൾ ഞാൻ ഇതാ ക്യാബേജ് ഇതുപോലെ കട്ടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നീളത്തിൽ തന്നെ കട്ടാക്കി എടുക്കാൻ ശ്രദ്ധിക്കണേ. അപ്പോൾ ഞാൻ ഇതുപോലെ മൊത്തത്തിൽ കട്ട് ചെയ്യട്ടെ. ക്യാബേജ് ഇതുപോലെ ഞാനൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അടുത്തത് സവാളയും ഇതുപോലെ നീളത്തിൽ കട്ടാക്കി എടുക്കുക. എന്നിട്ട് സവാളയും ഈ ഒരു സെയിം ബൗളിലേക്ക് തന്നെ മാറ്റി കൊടുക്കുക. അടുത്തത് ക്യാരറ്റ് ഞാൻ 2 ചെറിയ ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ നീളത്തിൽ ഗ്രേറ്റ് ചെയ്തെടുക്കണേ. അപ്പോൾ ഏറ്റവും വലിയ ഹോൾസിലിട്ടിട്ട് ഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പോൾ അത്യാവശ്യം നീളത്തോടു കൂടി തന്നെ കിട്ടുമല്ലോ. അതുപോലെ തന്നെ തക്കാളി ഇതുപോലെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ വെജിറ്റബിൾസ് മൊത്തത്തിൽ കട്ടാക്കി എടുത്തതിന് ശേഷം നമ്മുടെ അടുത്ത മെയിനായിട്ടുള്ള ഐറ്റം എന്ന് പറയുന്നത് മയോണൈസ് റെഡിയാക്കണം. അപ്പോൾ ഞാനത് ഇവിടുന്ന് റെഡിയാക്കുന്നുണ്ട്. ഇത് ഞാൻ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. പിന്നെ എല്ലാ വീഡിയോസിലും കാണിക്കുന്നതുമാണ്. നോർമലി ചെയ്യുന്ന പോലെ മുട്ട, വെളുത്തുള്ളി, ഉപ്പ്, അതുപോലെ തന്നെ വിനാഗിരി അല്ലെങ്കിൽ ചെറുനാരങ്ങ നീര്, പിന്നെന്താണ് ഓയിൽ, ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക കേട്ടോ. നല്ല തിക്കായിട്ടുള്ള മയോണൈസ് തന്നെ റെഡിയാക്കണേ, ഓവർ ലൂസായിട്ട് തയ്യാറാക്കണ്ട. അപ്പോൾ ഞാനിത് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മയോണൈസ് റെഡി ആവാറായിട്ടുണ്ട്. അപ്പോൾ മയോണൈസ് റെഡി ആയിട്ടുണ്ട്. ഇതാ ഈ ഒരു പരുവത്തിലാണ് വേണ്ട, ഇത്രയും തിക്കായിട്ട് തന്നെ അടിച്ചെടുക്കണേ. അങ്ങനെ നമ്മുടെ മാവ് ഏതാണ്ട് ഒരു 8-9 മണിക്കൂറിൻ്റെ അടുത്തായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ഇനി നമുക്ക് ഈ ഒരു സമയത്ത് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. കാരണം നമ്മൾ ഒട്ടും ഉപ്പ് ചേർക്കാതെയാണ് പൊങ്ങാൻ വേണ്ടി വെച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ തന്നെ വെക്കണേ. അപ്പോൾ ഇതാ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക.
എന്നിട്ട് ഇത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മാവിൽ എല്ലായിടെയായിട്ട് ഉപ്പ് നന്നായിട്ട് പിടിച്ച് കിട്ടണം. അപ്പോൾ നിങ്ങൾക്കിപ്പം കാണുമ്പോൾ മനസ്സിലാവും ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ ഉള്ളത്, അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ളത്. ഇനി ഇതിൽ ഒരല്പം വെള്ളം ഒഴിക്കണം കേട്ടോ. അപ്പോൾ ഇത്രക്ക് ദോശ ആയതുകൊണ്ട് തന്നെ ഇത്രക്ക് തിക്ക് വേണ്ട. ഇതിപ്പോൾ നമ്മൾ ഇഡ്ലിക്കൊക്കെ വാർന്നെടുക്കുന്ന ആ ഒരു രീതിക്കാണുള്ളത്. അപ്പോൾ ഇതിലേക്ക് ഒരല്പം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ നമുക്ക് ദോശ ചുട്ടെടുക്കാനായിട്ട് വേണ്ടത്. അങ്ങനെ നമ്മുടെ മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫില്ലിംഗ് ഒന്ന് മയോണൈസൊക്കെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യണം. അത് ലാസ്റ്റ് നമ്മൾ ദോശ റെഡിയാക്കാൻ പോകുന്ന സമയത്ത് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയേ. അപ്പോൾ ഇതാ നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ട് ചിക്കൻ മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം, ചിക്കൻ ഇങ്ങനെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്യണം, എങ്കിൽ നമുക്കിതിൽ നിന്ന് കടിക്കുന്ന സമയത്ത് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അല്ലാതെ നമ്മൾ മിക്സിയിൽ ക്രഷ് ചെയ്തിട്ട് ഇട്ടാലൊന്നും അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിൽ ചേർത്തിട്ടുള്ള ക്യാബേജ്, ക്യാരറ്റ്, സവാള ഇതിനൊന്നും കറക്റ്റ് ഒരു അളവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് എത്രയാണോ താല്പര്യം അതിനനുസരിച്ച് നോക്കിയിട്ട് ചേർത്താൽ മതി. എന്നിട്ട് ഈ ഒരു സമയത്ത് ഒരല്പം പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ ഫ്ലേവർ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം മയോണൈസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് ഒരുപാട് മയോണൈസ് ചേർക്കണം കേട്ടോ, കാരണം നമ്മൾ ദോശയിലും കൂടി ചേർക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഡയറക്റ്റ് മസാല വർമ്മ റെഡിയാക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പോൾ ഇതുപോലൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാല വർമ്മയുടെ ദോശ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ പാൻ നല്ലപോലെ ചൂടായതിന് ശേഷം ഇതുപോലെ 1 സ്പൂണ് മാവ് ഒഴിച്ചിട്ട് നന്നായിട്ട് നല്ല കനം കുറച്ചിട്ട് ഞാൻ ചുറ്റിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ മീഡിയം ഫ്ലെയിമിലോട്ടേക്ക് ആക്കിയിട്ട് തന്നെ ദോശ ഇതുപോലെ റെഡിയാക്കി എടുക്കുക. അപ്പോൾ ദോശ നല്ലതുപോലെ മൊരിഞ്ഞ് വരുന്നവരെ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് മുകൾ ഭാഗം ആറി വന്നതിന് ശേഷം നല്ലപോലെ തന്നെ നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം നന്നായിട്ട് തന്നെ ബ്രഷ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ദോശ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് നല്ലപോലെ മൊരിഞ്ഞ് കിട്ടുകയും ചെയ്യും, നല്ലൊരു ഫ്ലേവറും ഉണ്ടാകും കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാതെ ചെയ്യണേ. അപ്പോൾ ഇതുപോലെ അടിഭാഗമൊക്കെ ഏതാണ്ടൊന്ന് കളറ് മാറി തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മയോണൈസ് നന്നായിട്ടൊന്ന് തടവി കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് നിങ്ങൾക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ച് നോക്കിയിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഫില്ലിംഗ് ഒക്കെ വെച്ചതിന് ശേഷം നമ്മുടെ ദോശയൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വന്നതിന് ശേഷം ഇതുപോലെ റോളാക്കി എടുക്കുക. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രമാത്രം ക്രിസ്പിയാണെന്ന്. അത്യാവശ്യം നല്ല കളറിലൊക്കെ മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതിലും കളർ കൂട്ടിയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അടുത്തതും ബാക്കിയുള്ളതും ഞാൻ മൊത്തത്തിൽ ഇതുപോലെ തന്നെ ചുട്ടെടുക്കട്ടെ. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ മസാല വർമ്മ റെഡി ആയിട്ടുണ്ട്. സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ ചെയ്യാനായിട്ട്. കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞ പോലെ തന്നെ. പിന്നെ എന്താണ്, എപ്പോഴും ഇതുപോലത്തെ ഐറ്റംസൊക്കെ ചൂടോടെ കഴിക്കുക. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് വേറെ ലെവൽ തന്നെയാണ് കേട്ടോ, വെറുതെ പറയല്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്